ഹലോ, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡ്ഇൻ. ലിങ്ക്ഡ്ഇൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോനെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതും. 2, ഒരു ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ സെറ്റ് ചെയ്തിട്ട് അതിനെ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതാണ് നമ്മുടെ ക്രിപ്റ്റോ എന്ന കമ്മ്യൂണിറ്റി. അതുപോലെ നിങ്ങൾക്ക് അതിന് ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ലിങ്ക്ഡ്ഇനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യണം, ഒരു ഇമെയിൽ ഐഡി പാസ്വേഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കാം. അങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിലേക്ക് വരുന്നു. ഇതെൻ്റെ പ്രൊഫൈലാണ്, പേഴ്സണൽ പ്രൊഫൈലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എന്ത് ചെയ്യാം, നമ്മളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തിനാണ് നമ്മൾ ലിങ്ക്ഡ്ഇൻ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജോബ് ഓറിയന്റഡ് കുറേ പോസ്റ്റുകൾ ഇടാനും നമ്മുടെ ഒരു ജോലി കണ്ടെത്താനും അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് നല്ലൊരു കമ്പനിയിൽ ലാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ലിങ്ക്ഡ്ഇൻ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പ്രൊഫൈൽ സെറ്റ് ചെയ്യണം. അപ്പോൾ പ്രൊഫൈൽ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം നമുക്കൊരു ബാനർ ഇടാം. അതുപോലെ പ്രൊഫൈൽ ഫോട്ടോ ഇടാം. ഞാനൊരു പ്രൊഫൈൽ ഫോട്ടോ ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ ഫോട്ടോ ഇടുന്നപ്പോൾ ഈ ബാനർ എനിക്ക് ചെയ്യുന്നത് ബാറ്റ്മാൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്ത് എന്ത് ചെയ്യും, അതുപോലെയുള്ള നിങ്ങളുടെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനുള്ള ഒരു ബാനർ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെറ്റ് ചെയ്യാം. അത് AI ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ടൂൾസ് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യാം. ബാറ്റ്മാൻ അത് എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എഡിറ്റ് ബട്ടൺ കാണാൻ പറ്റും. ഇവിടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ എൻ്റെ ഇവിടെ സീനിയർ ഡാറ്റ എഞ്ചിനീയർ കാണാൻ പറ്റും. ആ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കണ്ടില്ലേ സീനിയർ ഡാറ്റ. അപ്പോൾ നിങ്ങളുടെ ജോലി എന്താണോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി എന്താണോ, അതായത് നിങ്ങളൊരു കമ്മ്യൂണിറ്റി മോഡറേറ്റർ ആണ്, അഡ്മിൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങളുടെ കറണ്ട് പൊസിഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അത് സേവ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ വന്ന് കിടക്കും. ഇനി ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇൻഫർമേഷൻ കാണും. ആരൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ വ്യൂ ചെയ്തു, എത്ര ആൾക്കാർ വ്യൂ ചെയ്തു, എത്ര ഇംപ്രഷൻസ് നോക്കുക. ഞാനിവിടെ കുറേ നാളെ കുറച്ച് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇനി ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എബൌട്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 8, 9 ലൈനിൽ എന്ത് ചെയ്യാം, ഞാനിവിടെ കുറച്ച് ലൈൻസ് ആഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ ചെയ്തുകൊണ്ടിരുന്നത്, ഇത്ര നാൾ എന്താണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റി മോഡറേറ്റർ വർക്ക് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു അക്കൗണ്ടിങ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സമ്മറി ഇൻഫർമേഷൻ മാത്രം എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത് കൊടുക്കാനായിട്ട് വേറെ സ്ഥലങ്ങളുണ്ട്. ഇനി ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആക്ടിവിറ്റി എന്നൊരു ടാബ് കാണാൻ പറ്റും. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റീപോസ്റ്റ് ചെയ്ത ടാബുകൾ അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്ത പോസ്റ്റുകൾ, അതുപോലെ ഞാൻ ഇട്ടിരിക്കുന്ന പോസ്റ്റുകളൊക്കെയാണ് എന്ത് ചെയ്യുക, ഞാനിവിടെ കാണാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സാധിക്കുക. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് സെക്ഷൻ കാണാൻ പറ്റും. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ സമയ കാലഘട്ടത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനീസിൻ്റെ ഇൻഫർമേഷൻ ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്ത് 2019 എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാനിത് ആ കരിയറിൽ എന്തൊക്കെ ചെയ്തുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് കരിയർ ബ്രേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതും ആഡ് ചെയ്യും. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല, കാണാൻ പറ്റും. ഫെബ്രുവരി 2022 തൊട്ട് മെയ് 2022 ഞാനിവിടെ വർക്ക് ചെയ്തിട്ടില്ല. ആ സമയത്ത് എൻ്റെ കരിയർ അപ്ഗ്രേഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സെൽഫ് ലേണിംഗ് ആയിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യാം, അതും ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സപ്പോസ് വിചാരിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ, ഇപ്പോൾ സാമ എന്നൊരു കമ്മ്യൂണിറ്റിയിൽ മോഡറേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് മുഴുവൻ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഒരാൾ ആഡ് ചെയ്തിട്ടുണ്ട്, ലോഡ് ആവട്ടെ. അപ്പോൾ അത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആഡ് റോൾ എന്ന് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു ടൈറ്റിൽ കൊടുക്കുക. അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഫുൾ ടൈം ആണോ അതോ പാർട്ട് ടൈം ആണോ, സെൽഫ് എംപ്ലോയ്ഡ് കാര്യങ്ങൾ കൊടുക്കുക. ഏത് കമ്പനി എന്ന് കൊടുക്കുക. ഐ ആം കറന്റ് വർക്കിംഗ് ദിവസം, ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കൊടുക്കുക. ഇനി എനിക്കിവിടെ ഈ ബട്ടൺ എന്തുകൂടെ വന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഒരു പുതിയ കമ്പനി ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഞാനിവിടെ എൻ്റെ കറണ്ട് പൊസിഷൻ എന്ത് ചെയ്യും, അത് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, അത് പുതിയ കമ്പനിയിലേക്ക് എന്ത് ചെയ്യും, എൻ്റെ ഷിഫ്റ്റ് ചെയ്യും. എൻ്റെ ഇപ്പോഴത്തെ വർക്കിംഗ് ഇപ്പോൾ ഇവിടെയാണെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, കാണിക്കും. ഇനി മന്ത് ഇയർ കൊടുക്കുക. അതിനുശേഷം ലൊക്കേഷൻ കൊടുക്കുക. അതിന് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് ഞാൻ ഈ കമ്പനിയിൽ ചെയ്തിട്ടുള്ള കാര്യം എന്ത് ചെയ്യുക, അത് നമ്മൾ കൊടുക്കുക. അതുപോലെ സ്കിൽസ്, എന്തൊക്കെ സ്കിൽസാണ് ഞാൻ ഈ കമ്പനിയിൽ നിന്ന് അക്വയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുക, കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ കമ്പനിയിൽ കൊടുത്ത് ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ അടുത്ത കമ്പനിയിൽ നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്തത്, ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളുടെ പ്രൊഫൈൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. വേറെ ആരുമല്ല, ബാറ്റ്മാൻ ആണ്. ഇപ്പോൾ ബാറ്റ്മാൻ്റെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ ബാറ്റ്മാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി, ബാറ്റ്മാൻ അവിടെ ഇതുവരെ ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി മോഡറേറ്ററുള്ള എക്സ്പീരിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിമൂവ് ചെയ്തൊന്നും എനിക്കറിയില്ല. നമ്മളത് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കമ്മ്യൂണിറ്റി മോഡറേറ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴോട്ട് വന്ന് എക്സ്പീരിയൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, സോഷ്യൽ മീഡിയ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് മോഡറേറ്റർ. അപ്പോൾ നിങ്ങൾക്കൊരു അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തുള്ള ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതൊക്കെ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഭയങ്കരമായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും കൊടുക്കരുത്. ഇപ്പോൾ ഇവിടെ അണ്ണൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൊടുക്കാതെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതിവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ.
അതാണ് നിങ്ങളുടെ പ്രൊഫൈൽ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവൻ നന്നായി പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യുക. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇപ്പോൾ ബിടെക്കോ ബിഎസ്സിയോ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ബികോം അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ഇനി അല്ല 10+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ചിലതിൽ എന്ത് ചെയ്യുക, മാർക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതും എന്ത് ചെയ്യുക, മാർക്കോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതും ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് പ്രൊഫൈലും സെറ്റ് ആക്കാൻ നോക്കുക. അപ്പോൾ എഡ്യൂക്കേഷൻ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യാൻ നോക്കുക. എവിടെയാണ് പഠിച്ചിട്ടുള്ളത് ഇൻഫർമേഷൻ ഒക്കെ ആഡ് ചെയ്യുക. ഇനി താഴോട്ട് വന്നെങ്കിൽ സ്കിൽസ് ആണ്, ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ഒക്കെ എടുത്താണെങ്കിൽ ഇപ്പോൾ സ്നോഫ്ലേക്കോ ഗൂഗിളോ അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ഒക്കെ എടുത്തെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യാനായിട്ട് വളരെ ശ്രമിക്കുക. അതുപോലെ സ്കിൽസ് ഒക്കെ എന്തെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും ഇവിടെ ആഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള ഇൻട്രസ്റ്റ് ആണുള്ളത്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫ്രണ്ട്സ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ഇപ്പം ഞാൻ ഈ പുള്ളിക്കാരൻ്റെ പ്രൊഫൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഡീപ്പ് ലേണിംഗിലെ ഭയങ്കര ഒരു വലിയ പുള്ളിയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരന് 2 മില്യൺ സംതിങ് ഫോളോവേഴ്സ് ആണ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇയാൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളെ സെർച്ച് ചെയ്യണം. ഞാനിപ്പോൾ അശ്വന്ത് എന്ന് പറഞ്ഞ അശ്വിൻ എന്ന് പറഞ്ഞ ഒരാളെ സെർച്ച് ചെയ്യണം. അപ്പോൾ അശ്വിനി പി. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരനെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ കാണാൻ പറ്റും. എനിക്കിവിടെ ഞാനിപ്പോൾ ഓൾറെഡി ഫോളോവിങ് ആണ്. ഫോളോവിങ് അല്ലാത്ത ഒരാൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളെ സെർച്ച് ചെയ്യുകയാണ്. അശ്വിൻ ബൈജു എന്ന് പറഞ്ഞ ഒരാളെ സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരനെ സെർച്ച് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ ഞാൻ കണക്ഷൻ ഇട്ടുണ്ട്. ഓക്കെ, ഇയാൾ ഞാൻ കണക്ഷൻ ഇട്ടിട്ടുണ്ട്. കാരൻ, ഞാനിതുവരെ ഇല്ലാത്തൊരു പേരുള്ള ആൾക്കാണ്. അപ്പോൾ കാരൻ എന്ന് പറഞ്ഞ ഒരാൾ, കാരൻ ആർ എന്ന് പറഞ്ഞ ഒരാളെ എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ പുള്ളിക്കാരൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കണക്ഷൻ റിക്വസ്റ്റ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഫോളോ ബട്ടൺ കാണുന്നില്ല. ഫോളോ ബട്ടൺ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഫോളോ ബട്ടൺ വന്ന് കിടക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളിവിടെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ അയാൾക്ക് കാണാൻ പറ്റില്ല, നമ്മുടെ ഇടുന്ന പോസ്റ്റുകൾ അയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യും, നമ്മൾ ആളെ ഫോളോ ചെയ്തിട്ട് നമ്മൾ എക്സൽ ചെയ്യുന്ന പോലെ നമുക്ക് ആളുടെ ഫോട്ടോകളോ പോസ്റ്റുകളോ മാത്രം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും പോസ്റ്റുകൾ എന്ത് ചെയ്യും, 2 പേർക്കും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ചെറിയ കണക്ഷൻസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും കണക്ഷൻ റിക്വസ്റ്റ് വിടാനായിട്ട് നോക്കുക, കണക്ട് കൊടുക്കുക. അപ്പോൾ ആൾക്ക് എന്ത് ചെയ്യും, ഇവിടെ കണക്ഷൻ റിക്വസ്റ്റ് ഇവിടെ പോയിട്ട് എന്ത് ചെയ്യും, ഒരു റിക്വസ്റ്റ് പോലെ വന്ന് കിടക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ആ റിക്വസ്റ്റ് എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്കും നമുക്കും എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ കാണാം. അപ്പോൾ എനിക്ക് ഇവിടെ 1270 കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻ റിക്വസ്റ്റിൻ്റെ കേസുകൾ. ഇനി ഞാൻ ഹോം പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പോസ്റ്റ് അതിൻ്റെ കാര്യങ്ങളുടെ ഇൻഫർമേഷൻ എടുക്കുക, പോസ്റ്റ് ഇടുക, ഫോട്ടോസ് ഇടുക, അല്ലെങ്കിൽ PDF ഒക്കെ ആഡ് ചെയ്യുന്നെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഞാനിവിടെ പോസ്റ്റ് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഹോം പ്രൊഫൈലിൽ കാണുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പ്രൊഫൈൽ സജസ്റ്റഡ് ആണ്. അതായത് എൻ്റെ പ്രൊഫൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പോസ്റ്റുകളൊക്കെ നിയമിക്കട്ട് കാണണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കണക്ഷൻസിലുള്ള ആൾക്കാർ ലൈക്ക് ചെയ്ത പോസ്റ്റുകളോ അല്ലെങ്കിൽ അവർ കമൻറ്റ് ചെയ്ത പോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാം, എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതാണ് ശ്രദ്ധിക്കുക, നിങ്ങളൊരു പോസ്റ്റ് ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ റിക്വസ്റ്റിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ആ പോസ്റ്റുകൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ബേസിക് ആയിട്ട് പാലിക്കേണ്ട, ഇപ്പം നിങ്ങൾ കാണാൻ പറ്റും എൻ്റെ പ്രൊഫൈലിൽ മോസ്റ്റ് വന്നിരിക്കുന്നത് ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. കാരണം ഞാൻ അങ്ങനത്തെ ആൾക്കാരാണ് കണക്ട് ചെയ്തിരിക്കുന്നതും. അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളാണ് എന്ത് ചെയ്യുക, എൻ്റെ പ്രൊഫൈൽ വരുന്നത്. ഞാൻ എൻ്റെ സെർച്ച് ഹിസ്റ്ററിയും അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എൻ്റെ പ്രൊഫൈലിൽ കാര്യങ്ങൾ, ഫീഡിൽ കാര്യങ്ങൾ വരിക. ഇനി നിങ്ങൾ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പൊളിറ്റിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ വേറെ കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെ മാക്സിമം ഒട്ടും സപ്പോർട്ട് ചെയ്യരുത്. വളരെയധികം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നോട്ട് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ റിപ്പോർട്ട് പോസ്റ്റ് എടുക്കുക. കാരണം ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം മുന്നേ തൊട്ടൊരു ജോബ് ഓറിയന്റഡ് പ്ലാറ്റ്ഫോം ആയിരുന്നു. പിന്നീട് നമ്മുടെ മോസ്റ്റ്ലി ഇന്ത്യൻസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ പരമായിട്ടും വേറെ കുറേ കാര്യങ്ങളും അൺവാണ്ടഡ് ആയിട്ട് അയാൾ അവിടെ പോയി, ഞാനിവിടെ യാത്ര പോയി, ആ കാര്യങ്ങളുണ്ട്, അങ്ങനെ നമ്മളൊരു ബാക്കിയുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണ പോലെ ആൾക്കാർ എന്ത് ചെയ്തു, ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വളരെയധികം ഡീവിയേറ്റ് ചെയ്ത് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം കണക്ട് ചെയ്യുക. ബാക്കിയുള്ളവരുടെ പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റിപ്പോർട്ട് അടിച്ചു. അവരെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഈ പ്ലാറ്റ്ഫോം എന്നത്. വളരെ പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങളും അതേ എറ്റിക്വറ്റ് തന്നെ എന്ത് ചെയ്യുക, ഇവിടെ ഫോളോ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അങ്ങനത്തെ പോസ്റ്റുകൾ കാണുന്നെങ്കിൽ ഒന്നും ഈ റിപ്പോർട്ട് അടിച്ചില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് എന്ത് ചെയ്യുക, അയാൾ നിങ്ങൾ കണക്ഷൻ ഒഴിവാക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറാണ് വലുത്. അപ്പോൾ ആ കരിയറിൽ വരേണ്ട കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇതിനുള്ളിൽ കൊണ്ടുവിടാനായിട്ട് നോക്കാം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കണക്ഷൻസ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആരെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അയാളുടെ പേര് കാര്യങ്ങൾ അല്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്ന കമ്പനി സെർച്ച് ചെയ്യണം. ഇപ്പോൾ എന്നെ സെർച്ച് ചെയ്ത് കിട്ടുന്നത് ലിയോ ജോയ് ഹെക്സാ വരുന്ന അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി അറിയാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ലിയോ ഹെക്സാ വർക്ക് ചെയ്യുന്ന ലിയോ ചെയ്യുന്ന പ്രൊഫൈൽ എന്തെങ്കിലും എന്ത് ചെയ്യുക, ഏറ്റവും ഫസ്റ്റ് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ജോബ്സ് എന്ന സെഷനാണ്. അപ്പോൾ ജോബ്സ് എന്ന സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾക്ക് ഓരോ ജോബ് ഓപ്പർച്യൂണിറ്റി വരിക. അപ്പോൾ ഞാൻ എൻ്റെ ഡാറ്റ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ജോബ് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ
ഡേറ്റ് പോസ്റ്റർ കുറേ ഫിൽറ്റേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഫിൽറ്റർ ചെയ്യുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയാണ് ഫിൽറ്റർ ചെയ്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് ഇന്ത്യ ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ഇന്ത്യ ഫിൽറ്റർ ചെയ്യാം. ഓസ്ട്രേലിയയിലേക്ക് ജോലി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. കാരണം അവർ എന്ത് ചെയ്യില്ല, ഓൺ സൈറ്റിലേക്ക് അവർ ഹയർ ചെയ്തിട്ട് പോവില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ സെർച്ച് ചെയ്തിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും കമ്പനി എടുക്കുകയാണ്, ഞാൻ ഇന്ത്യൻ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഡാറ്റ എഞ്ചിനീയർ എന്ന സെക്ഷനിൽ ഡാറ്റ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിൽ ഇന്ത്യയിൽ പോസ്റ്റ് ചെയ്യുന്ന ജോലികളാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ 2 തരത്തിൽ അപ്ലൈ കാണാൻ പറ്റും. ഒന്ന് ഇവിടെ ഈസി അപ്ലൈ എന്ന് കാണാൻ പറ്റും, ഒന്ന് ഇവിടെ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ബട്ടൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, ഇവരുടെ സൈറ്റിലേക്കായിരിക്കും ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുക. പിന്നെ അവിടെ കാര്യങ്ങളൊക്കെ ഇൻഫർമേഷനൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അപ്ലൈ ചെയ്യാം. ഈസി അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ലിങ്ക്ഡിൻ കൊടുത്തുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യും, ആ ലിങ്ക്ഡിൻ പ്രൊഫൈലായിരിക്കും അവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ നമ്മുടെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു റെസ്യൂം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കൊടുത്ത് എന്ത് ചെയ്യും, നമുക്കിവിടെ ഈസി ആയിട്ട് ലിങ്ക്ഡിനിൽ നിന്നിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു ജോബ് പോസ്റ്റിൽ കാണുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ റോള് കാണാൻ പറ്റും, ഏത് കമ്പനിയാണ് ഹയർ ചെയ്യുന്നത് കാണാൻ പറ്റും, അതുപോലെ ലൊക്കേഷൻ കാണാൻ പറ്റും, എവിടേക്കാണ് നമ്മൾ ഹയർ ചെയ്യുന്നത്, എന്നാണ് പോസ്റ്റ് എടുത്തത്, 2 ദിവസം മുന്നാണ് പോസ്റ്റ് എടുത്തത്, 45 പീപ്പിൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ റെലവൻ്റ് അല്ല. പിന്നെ ചിലപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, റിക്രൂട്ട് ചെയ്യുന്ന ആളുടെ പ്രൊഫൈലോട് കാണാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എബൌട്ട് ജോബ് എന്നൊരു സെക്ഷൻ കാണാൻ പറ്റും. അത് മോർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലിയിൽ എന്തൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, എത്ര എക്സ്പീരിയൻസ് വേണം, എവിടെയാണ് എവിടെയാണ് ലൊക്കേഷൻ, എവിടെയാണ് എന്തൊക്കെയാണ് സമ്മറി അവർ നോക്കുന്നത്, സ്നോഫ്ലേക്ക് നോക്കുന്നുണ്ട്, DBT നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 60% ടൂൾസ് എങ്കിലും നിങ്ങളുടെ പ്രൊഫൈലായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സ്കിൽ സെറ്റ് ആയിട്ട് മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം ഇപ്പൊ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ജോലി എടുത്തു കഴിഞ്ഞാൽ ആ ജോലിക്ക് ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ദിവസം കഴിയുമ്പോഴേക്കും 10 ഇവിടെ 100 പീപ്പിൾ എന്ന് കാണിക്കുള്ളൂ, പക്ഷെ 100 പീപ്പിൾ ആയിരിക്കില്ല, 10,000 2,000 ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടോ. അപ്പൊ ആ വെറുതെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ചറ പറയാന്ന് അപ്ലൈ ചെയ്യും. അപ്പൊ ഒരുപാട് ജോലിയിൽ എന്ത് ചെയ്യും, ഇവൻ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂവിന് വിളിച്ചാൽ തന്നെ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഇന്റർവ്യൂ പാസ് ആവാനായിട്ട് സാധിക്കില്ല. കാരണം നിങ്ങൾ ജോബിന്റെ പ്രൊഫൈൽ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ഒരു റെസ്യൂം ഉണ്ടാക്കണം. എപ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്കൊരു ജോബ് ഉണ്ട്, ആ ജോബിനനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറേ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളിവിടെ ഈ റിക്വയർമെന്റ് ChatGPTക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൂളിന് ഇട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ റെസ്യൂം ഇട്ടിട്ട് എന്ത് ചെയ്യും, അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ റെസ്യൂം ചെയ്യുന്നിട്ട് ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പ്രൊഫൈലൊക്കെ ATS എന്ന് പറഞ്ഞ സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുക, കടന്നു പോകുക. അപ്പോൾ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കുറേ കീവേഡുകൾ, ഈ ജോബ് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കീവേഡ് നിങ്ങളുടെ റെസ്യൂമെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രൊഫൈൽ അതിനുള്ളിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് കടന്നു പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ കടന്നു പോകില്ല. അപ്പോൾ ഒരു 60% നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ മാച്ച് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമെ ഇതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇതിൽ ഇപ്പോൾ GCPയിലോ അഷ്യൂറിലൊന്നും എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഞാൻ ഈ പോയിട്ട് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നല്ല. അപ്ലൈ ചെയ്ത് എന്ത് പറ്റും, ഇവര് ഇന്റർവ്യൂവിന് എന്തായാലും ഇത് ബേസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാൻ വെറുതെ അവിടെ നാണം കണ്ടിലുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മുടെ ജോബ് റിക്വയർമെന്റ്, നമ്മൾ പഠിച്ചിട്ടുള്ള ടെക്നോളജി അനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കാൻ നോക്കുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ കേസ്. ഇനി അപ്പോൾ നമുക്ക് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഡേറ്റ് പോസ്റ്റ് ചെയ്യുന്ന ഫിൽറ്റർ എടുത്ത് കഴിഞ്ഞാൽ പാസ്റ്റ് 24 hours പോസ്റ്റ് ചെയ്യുന്ന റിസൾട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പാസ്റ്റ് 24 എന്ത് ചെയ്യും, എനിക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു 16 hour മുന്നേ പോസ്റ്റ് ചെയ്ത ഇതാണ്. അപ്പോൾ അവിടെ എത്ര ആൾക്കാർ അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ അവിടെ എന്തുണ്ട്, ഓവർ 100 അപ്ലിക്കൻസ് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇപ്പോൾ ഞാനിവിടെ 24 hour കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ URL വന്നിട്ട് ഏറ്റവും എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 86,400 കാണാൻ പറ്റും. അത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരു വല്ല 5,600 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഷോർട്ടർ ടൈം ഫ്രെയിം ഒക്കെ എനിക്ക് എന്ത് ചെയ്യും, കാണാനായിട്ട് ചിലപ്പോൾ സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ചില ഇതിൽ 43 ആൾക്കാരുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇതിന് അപ്ലൈ ചെയ്ത് നിന്നിട്ട് കിട്ടാനുള്ള ചാൻസ് ഒക്കെ ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കും. പ്രൊഫൈലൊക്കെ നോക്കുക. ഇനി താഴേക്ക് വന്ന് ഇവിടെയും എനിക്ക് കാണുന്നില്ല. ചില സമയത്ത് എന്ത് ചെയ്യും, ബ്ലാക്ക് റോക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബ്ലാക്ക് റോക്ക് വലിയ കമ്പനിയാണ്, കണ്ടില്ലേ, പീപ്പിൾ യു ക്യാൻ റീച്ച് ഔട്ട് എന്ന സെഷൻ കാണാൻ പറ്റും. അതായത് ഇവരായിരിക്കും ഹയറിങ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇവരുടെ ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ ഒരു എന്താ പറയുക പൊസിഷൻ, ഇവരുടെ ടീമിലേക്കായിരിക്കും ചിലപ്പോൾ ജോലി ഒഴിവ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവരുടെ പ്രൊഫൈലിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇയാളൊരു വൈസ് പ്രസിഡന്റ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വെറുതെ കണക്ഷൻ റിക്വസ്റ്റ് വിടും, സെൻഡ് വിത്തോടെ നോട്ട് ഇടും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇയാൾ കണക്ഷൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എനിക്ക് ഇയാളായിട്ട് ചാറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ജോബ് ഡീറ്റെയിൽസ് വെച്ചിട്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരിൽ എന്ത് ചെയ്യും, എനിക്ക് പ്രൊഫൈലിൽ കുറച്ചുകൂടി പുഷ് കിട്ടും. കാരണം ചിലപ്പോൾ പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഞാനിപ്പോൾ വെറുതെ റിക്വസ്റ്റ് വിടുന്നുള്ളൂ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസാണ്, അതായത് ഇവിടുന്ന് ജോബ് തപ്പി കിട്ടാനായിട്ട് വളരെ പാടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന, ഞാൻ ചെയ്യുന്ന ഏറ്റവും മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കണക്ഷൻ റിക്വസ്റ്റ് കൂട്ടാനായിട്ട് നോക്കും. അതായത് എനിക്കിപ്പോൾ ഞാൻ നോക്കാനുള്ളത്, എനിക്കിപ്പോൾ എൻ്റെ ഫീൽഡിലുള്ള ഡാറ്റ എഞ്ചിനീയർ ആണ്. അപ്പോൾ ഡാറ്റ എഞ്ചിനീയർ അല്ലെങ്കിൽ സ്നോഫ്ലേക്ക് എന്ന് പറഞ്ഞ ഫീൽഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ്. അപ്പോൾ സ്നോഫ്ലേക്ക് മാനേജർ എന്ന് പറഞ്ഞ പൊസിഷൻ ഞാൻ എന്ത് ചെയ്യും, വെറുതെ സെർച്ച് ചെയ്യും. അപ്പോൾ എനിക്ക് 3 തരത്തിലുള്ള റിസൾട്ടാണ് വരിക. ഒന്ന്
സ്നോഫ്ലേക്ക് മാനേജ് എന്ന റോളിലുള്ള ജോലികൾ വരും. അപ്പോൾ ഷോൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡിലുള്ള ജോലികളൊക്കെ എനിക്ക് വരും. ഇനി അടുത്ത പോസ്റ്റുകൾ, ഈ ഒരു പൊസിഷനിലുള്ള പോസ്റ്റുകൾ ആരൊക്കെ ഈ കീവേഡ് വെച്ചിട്ട് പോസ്റ്റുകൾ ഇടണോ അതൊക്കെ എനിക്ക് വരും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്നോഫ്ലേക്ക് മാനേജേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻഫർമേഷൻ എനിക്ക് കിട്ടും. ഞാൻ ഇവിടെ ഷോൾ കൊടുക്കും. അതിൻ്റെ എന്ത് ചെയ്യും, ഞാനിവിടെ പ്രൊഫൈൽ നോക്കും. ഓക്കെ, മണികന്ദ ചെന്തു, ഇയാൾ ഡാറ്റ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് അത്ര താല്പര്യമില്ല, വോഡാഫോൺ ബിസിനസ്സിന് വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ എസ്കലേഷൻ മാനേജർ, ഇപ്പോൾ ഇവിടെ ഡാറ്റ ബ്രിക്സ് എക്സ്ക്ലൂസിൻ്റെ ഇപ്പോൾ സീനിയർ മാനേജർ EY ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇയാൾക്ക് കണക്ഷൻ റിക്വസ്റ്റ് ഇടും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ഇയാളുടെ ഒരു ടീമിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. അപ്പോൾ അത് ഒരു ജോബ് പ്രൊഫൈലിൽ ഇടുന്നതിന്, ജോബ് പ്ലാറ്റ്ഫോമിൽ ഇടുന്നതിന് മുന്നായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, അയാളുടെ പ്രൊഫൈലിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് പോസ്റ്റ് ചെയ്യും. അത് നമുക്കിവിടെ റെലവൻ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ലെവി എന്ന് പറഞ്ഞ ആൾ അയാളുടെ കമ്പനിയിൽ സ്നോഫ്ലേക്ക് പ്രൊജക്ട് മാനേജർ എന്ന ഒരാൾ എന്ത് ചെയ്തു, ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാളുടെ പ്രൊഫൈൽ ഇട്ടേക്കാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇയാളെ പിടിച്ച് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ അയാൾക്ക് എന്ത് ചെയ്തു, കണക്ഷൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് എന്ത് ചെയ്യും, ഞാൻ അയാളുടെ ചാറ്റ് ചെയ്യും. ചാറ്റ് ചെയ്യുമ്പോൾ ഹേയ് ബ്രോ, ഹലോ, വയോ എന്ന് ചോദിക്കുന്നത് നല്ല പ്രൊഫഷണൽ ആയിട്ട് എന്ത് ചെയ്യും, ഞാൻ ചോദിക്കുക. അതായത് ഞാനിങ്ങനെ ഒരു അതായത് വൺ ഷോട്ട് ആയിരിക്കും. അപ്പോൾ ഞാൻ കൊടുക്കുന്ന മെസ്സേജ് എന്ത് ചെയ്യണം, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാതെ, വളരെ ചിലപ്പോൾ ഒരു 5-6 ലൈനിൽ മാത്രം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഞാൻ എനിക്ക് ഇന്ന എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ അയാൾ കണക്ഷൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഞാൻ അയാൾക്ക് തോന്നുകയാണ് റൈറ്റ് അപ്ലിക്കൻ്റ് ആണെന്ന് തോന്നുന്നത്, എന്ത് ചെയ്യും, അയാൾ റെസ്യൂം അയക്കാൻ പറയും. അയാൾ റെസ്യൂം ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് ഇന്റർവ്യൂ ക്ഷണിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായ മെത്തേഡാണ്. ഇതെല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, ഈ ഒരു ഫീൽഡിൽ, അതായത് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ ഫീൽഡിലുള്ള ആൾക്കാരിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങളൊരു ഡിസൈനറാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഡിസൈനർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈനർ ഫീൽഡിലുള്ള ആൾക്കാരുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണക്ഷൻ ഇടാൻ നോക്കുക. അപ്പോൾ ഇവിടെ പീപ്പിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ പ്രൊഫൈൽ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അവരായിട്ട് എന്ത് ചെയ്യുക, കുറേ കണക്ഷൻ റിക്വസ്റ്റ് ഇടുക. അപ്പോൾ ഒരു ദിവസം ഒരു 10-12 കണക്ഷൻ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ ടിപ്സ്, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ജോലി ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് എഫക്റ്റീവായ മെത്തേഡാണ്, ഏറ്റവും എഫക്റ്റീവായ മെത്തേഡാണ് കണക്ഷൻ റിക്വസ്റ്റ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം 10,000 കണക്ഷൻ റിക്വസ്റ്റ് ഇടുക. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമതായിട്ട് കൊടുക്കുന്ന ഒരു ടിപ്പാണ് നമുക്ക് പോസ്റ്റർ ഇടുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു സ്കിൽ എന്ന് വയ്ക്കുക, നിങ്ങൾക്കൊരു ഡിസൈൻ സ്കിൽ എന്ന് വിചാരിക്കുക. ആ ഡിസൈൻ സ്കില്ല് നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ വെച്ച് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ, ഇല്ല. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ അത് ഇവിടെ പോസ്റ്റ് ചെയ്യണം. അതായത് ഞാൻ അതിന് നല്ലൊരു ക്യാപ്ഷനൊക്കെ ഇട്ട്, ഇപ്പോൾ ഇയാൾ പോസ്റ്റ് കണ്ടില്ലേ, അപ്പോൾ നല്ല രീതിയിലൊരു ക്യാപ്ഷനൊക്കെ ഇട്ട്, ആ ക്യാപ്ഷന് ഞാൻ എന്താണ് വർക്ക് ചെയ്തത്, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് എന്ത് ചെയ്യുക, ഇവിടെ പോസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾ ഇന്ന് ലേൺ ചെയ്യുകയാണ്, പൈത്തൺ ലേൺ ചെയ്യുകയാണ്, SQL ലേൺ ചെയ്യുകയാണ്, അപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജാവ ലേൺ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഡേ 1 ഓഫ്, അല്ലെങ്കിൽ നിങ്ങൾ DS ലേൺ ചെയ്യുകയാണ്. DS പറഞ്ഞാൽ ഡാറ്റ സിസ്റ്റം അൽഗോരിതം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്തു, എന്താണ് നിങ്ങൾ അതിന് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ അത് അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യുക, അതിവിടെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ പ്രൊജക്റ്റിൻ്റെ ഇൻഫർമേഷൻ കൂടി നിങ്ങൾ ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ കണക്ഷനിൽ കുറച്ച് മാനേജേഴ്സോ അല്ലെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കണക്ഷനിലുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഓക്കെ നമുക്ക് കണക്ട് ചെയ്യാമെന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് അവർ ചെയ്യും, ഞങ്ങളുടെ കമ്പനിയിൽ ഇന്ന് ജോലി ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾ നോക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ലക്കി ഓപ്പർച്യൂണിറ്റി അല്ലേ, നല്ലൊരു കമ്പനിയാണ്, എന്ത് ചെയ്യും, യെസ് നിങ്ങൾക്ക് JD അയക്കാൻ പറയും. JD എന്ന് പറഞ്ഞാൽ ജോബ് ഡിസ്ക്രിപ്ഷൻ അയക്കാൻ പറയും. അപ്പോൾ JD അയക്കുമ്പോൾ എന്ത് പറ്റും, നിങ്ങൾക്കത് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് അത് ആപ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഓക്കെ ഞാൻ എൻ്റെ റെസ്യൂം അയച്ചു തരാൻ വേണ്ടി എന്ത് ചെയ്യുക, റെസ്യൂം അയച്ചു കൊടുക്കുക. അവർ ഇന്റർവ്യൂവിന് ക്ഷണിക്കും. നിങ്ങൾക്ക് ഈസിലി ഇവനൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ കൂടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇടുന്ന പോസ്റ്റുകൾ എപ്പോഴും നിങ്ങൾക്ക് അത് പുഷ് ആവണം, എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് എന്ത് ചെയ്യുക, നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള എല്ലാവരോടും എന്ത് ചെയ്യുക, പ്രൊഫൈൽ ഉണ്ടാക്കിയ ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് അവരെന്ത് പോസ്റ്റ് ഇട്ടാലും എന്ത് ചെയ്യുക, അതിന് ലൈക്ക് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ എന്തൊരു കമന്റ് ഒക്കെ കൊടുത്ത് എന്ത് ചെയ്യുക, ആ പോസ്റ്റിന് പുഷ് ചെയ്യുക. അപ്പോൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യുമ്പോൾ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രൊഫൈൽ നല്ല രീതിയിൽ ബൂസ്റ്റ് ആവുകയും മറ്റുള്ളവർ ആ പ്രൊഫൈൽ കാണിക്കുകയും നിങ്ങൾക്ക് എന്തോ കഴിവുണ്ടെന്ന് മനസ്സിലാവുകയും നിങ്ങളൊരു ജോലിക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പോസ്റ്റ് ഇടുമ്പോൾ വളരെ ക്ലീൻ ആയിട്ടും നീറ്റ് ആയിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. അതുപോലെ നല്ല രീതിയിലുള്ള പോസ്റ്റ്, നിങ്ങൾ ചവറായിട്ട് എന്തെങ്കിലും ഒരു ഞാൻ ഇന്നൊരു സാധനം ഉണ്ടാക്കി എന്ന് ഇടാതെ നല്ല രീതിയിലുള്ള പോസ്റ്റുകൾ മാത്രം ഇടാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അല്ലാതെ ചവറ പോലത്തെ പോസ്റ്റുകൾ ഇടരുത് എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഇനി മെസ്സേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ അഭിഷേകിന്റെ പ്രൊഫൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അഭിഷേക് ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഇട്ടണമെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം അവന് പ്രൊഫൈലിൽ പോർട്ട്ഫോളിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്, കാരണം അതൊരു PDF ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഫോട്ടോ ഇടുന്നതിനപ്പോൾ എന്ത് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ PDF ആയിട്ട് ഇടാം. അപ്പോൾ അല്ലെങ്കിൽ ഫോട്ടോസ് ആയിട്ട് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത്. അപ്പോൾ പുള്ളി എന്തോ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു PDF പോലെ എന്ത് ചെയ്തു ഇവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഇത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ ഉണ്ടല്ലേ, ഒരു നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലൈക്ക് ചെയ്ത് എന്ത് പറ്റും, ഞാനിപ്പോൾ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ
ഇപ്പോൾ ഇവിടെ ഡിസ്കോഡ് മോഡറേറ്റർ, ഇൻഡസ്ട്രിയൽ ലിസ്റ്റിംഗ് നടത്തുന്ന ഓരോരുത്തർ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ കമന്റ് ഫോർ ബെറ്റർ റീച്ച് എന്ന് ഇടാൻ പറ്റും. അപ്പോൾ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ചിലവിടുന്ന കമന്റ് ആണ് നമുക്ക് ഇവിടെ CFBR എന്ന് കാണാൻ പറ്റും. അതിനർത്ഥം കമന്റ് ഫോർ ബെറ്റർ റീച്ച്. അതായത് ഞാൻ എൻ്റെ പ്രൊഫൈലുള്ള എൻ്റെ കണക്ഷനിൽ ഒരു 5000 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 5000 ആൾക്കാരുടെ പ്രൊഫൈലിലേക്ക് എന്ത് ചെയ്യും, എൻ്റെ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കമന്റ് വഴി എന്ത് ചെയ്യും, അയാളുടെ പോസ്റ്റും എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഈഗോ ഒന്നും ഇല്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, കാരണം എല്ലാവർക്കും ഒരു ജോലിയാണ് ലക്ഷ്യം അല്ലേ. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, എല്ലാവരുടെ പ്രൊഫൈൽ അങ്ങോട്ട് പുഷ് ചെയ്ത് എത്തിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഡെയിലി അതിനെക്കുറിച്ച് പോസ്റ്റ് ഇടാനായിട്ട് നോക്കുക. ഇപ്പോൾ DS പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ DS ചെയ്യുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്, അതായത് DS ഫോക്കസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ കാണും S+ ടയറിലുള്ളത് ജെയിൻ സ്ട്രീറ്റ്, ജംപ് ട്രേഡിങ്, ഈ കമ്പനീസ് ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ഹാർഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. കാരണം ഇവരുടെ പ്ലാറ്റ്ഫോം, ഇവരുണ്ടാക്കുന്ന സംഭവം എന്ന് ക്രിട്ടിക്കൽ ലെവലുള്ള അപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാക്കുന്നത് ട്രേഡിങ്ങിലൊക്കെ. അപ്പോൾ അത്രയും മൈന്യൂട്ട് ലെവലിലുള്ള നോളജ് നിങ്ങൾക്ക് വേണ്ട വരും. അപ്പോൾ അത്രയും അങ്ങനത്തെ നോളജുള്ള എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കമ്പനീസ് അപ്ലൈ ചെയ്യാം. ടയറിൽ S+, ഇതൊക്കെ വലിയ വലിയ കമ്പനീസാണ്, മാങ് എന്നൊക്കെ അതിന് പറയാം. അപ്പോൾ അങ്ങനത്തെ കമ്പനീസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന നല്ല രീതിയിൽ DS വേണ്ട വരും. ഇനി അക്കൗണ്ടിങ് ലെവലിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടോപ്പ് ബിഗ് 4 ഉണ്ട്, KPMG, Deloitte, EY, PwC, അങ്ങനത്തെ വലിയ കമ്പനീസ് ഉണ്ട്. ബാക്കി കുറേ ഓഡിറ്റിംഗ് ഫേംസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോലി ഓപ്പർച്യൂണിറ്റി സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾക്കൊരു പേജ് ഫോളോ ചെയ്യണം. അപ്പോൾ ഞാൻ KPMG എന്ന കമ്പനി ഫോളോ ചെയ്യുന്നത് എന്ത് ചെയ്യുക, KPMG ഇന്ത്യ ഞാൻ എടുക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ KPMG ഇന്ത്യയുടെ പേജിൽ പോകുന്നു. അവിടെ ജോലി ഓപ്പർച്യൂണിറ്റി നോക്കണമെന്ന് എന്ത് ചെയ്യും, ഞാൻ ഈ പേജിൽ പോയി കഴിഞ്ഞ് ജോബ് സെൻസേഷനിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ ഇട്ടിരിക്കുന്ന പോസ്റ്റുകളൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, കാണാനായിട്ട് സാധിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് എബൌട്ട് സെക്ഷനിൽ പോയിട്ട് ഇവരുടെ കമ്പനിയുടെ പേജിലേക്ക് പോവുക. അതായത് ഇവരുടെ കമ്പനിയുടെ പേജ് എനിക്ക് കാണുന്നില്ല, സോഷ്യൽ KPMG കാണുന്നുണ്ട്. ഞാൻ ആ പേജിലേക്ക് പോവുകയാണ്. ശരിക്കും KPMG എടുക്കുന്നുണ്ടെങ്കിൽ KPMG ഇന്ത്യ പോവാതെ ഞാൻ എന്ത് ചെയ്യണം, KPMG എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ KPMGയുടെ മെയിൻ പേജ് വരും. അപ്പോൾ ഞാൻ ആ പേജിലേക്ക് പോവുകയാണ്. KPMG മെയിൻ പേജ് വന്നു. 6 മില്യൺ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ അവരുടെ എബൌട്ട് സെക്ഷനിൽ വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവരുടെ പേജിലേക്ക് പോവുകയാണ്. ഈ പേജിലോട്ട് പോയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ റിമെയിൻ ഓൺ KPMG ഗ്ലോബൽ കൊടുക്കുകയാണ്. വർക്ക് ചെയ്യാനുള്ള സംതിങ് സംഭവിച്ചു. അക്സെപ്റ്റ് ഓൾ കുക്കീസ് കൊടുക്കാത്തതാണോ എനിക്കറിയില്ല. ഞാൻ റിജക്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഗോ ടു ഇന്ത്യ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് പേജിൻ്റെ താഴെ കരിയേഴ്സ് എന്ന് പറഞ്ഞ പേജ് കാണാൻ പറ്റും. അപ്പോൾ ഈ കരിയേഴ്സ് പറഞ്ഞ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാൻ അപ്ലൈ ഇപ്പോൾ KGS ഞാൻ കൊടുക്കണം. ഞാൻ എനിക്കറിയില്ല എന്ത് സംഭവം എന്നുള്ളത്. അത് കൊടുത്തതിന് ശേഷം എന്ത് കാണുന്നത്, എനിക്കിവിടെ കീവേഡ് സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ നോക്കുന്നത് ഇപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞ കീവേഡ് അടിച്ച് കൊടുത്ത് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് പറ്റും, ഈ ഡാറ്റ എന്ന ഫീൽഡിലുള്ള കുറേ ജോലി ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റും. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കതിന് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും കണക്ഷൻ റിക്വസ്റ്റ് വിടുന്നതിനൊപ്പം തന്നെ ഇതുപോലുള്ള കുറേ കമ്പനീസ്, അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ EY എന്ന് പറഞ്ഞ കമ്പനി കൊടുക്കാൻ പറ്റിയിരിക്കുക. അപ്പോൾ ഞാൻ EY എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ EY ഫോളോ ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ EY ഫോളോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. EY ഫോളോ ചെയ്യുമ്പോൾ ചിലപ്പോൾ സൈഡിലായിട്ട് കുറേ കമ്പനീസ് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ കമ്പനീസ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അവരുടെ പോസ്റ്റുകൾ എനിക്ക് എൻ്റെ പ്രൊഫൈൽ കാണാൻ പറ്റും. അതുപോലെ അവരുടെ പ്രൊഫൈൽ പോയിട്ട് ജോബ് ഒക്കെ ഉണ്ടോ നോക്കുക. അതുപോലെ എനിക്കിപ്പോൾ ഈ കമ്പനിയിൽ ഞാനിപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇതിൻ്റെ പീപ്പിൾ എന്ന സെക്ഷനിൽ വരിക. അതിന് ശേഷം എന്ത് ചെയ്യുക, താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം എനിക്കിവിടെ ഞാനിപ്പോൾ എൻ്റെ സെക്ഷൻ നോക്കുക, വേർ ദേ സ്റ്റഡി വാട്ട് ദേ ഡു അക്കൗണ്ടിങ് കൺസൾട്ടിങ്. അപ്പോൾ ഞാൻ കൺസൾട്ടിങ് എന്ന ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന കൺസൾട്ടിങ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ കൺസൾട്ടിങ് എന്ന പറഞ്ഞ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ എനിക്ക് എന്ത് ചെയ്യും, ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ അവിടെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഇതിനെ പറയുന്നതാണ് ടാർഗറ്റഡ് കമ്പനി എന്ന് പറയുക. അതായത് ഞാനിപ്പോൾ ഒരു ജോലി കണ്ടു, അതായത് ഞാനിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ സീനിയർ ഡാറ്റ എഞ്ചിനീയർ, ഇപ്പോൾ എനിക്ക് PH ഡാറ്റ പറഞ്ഞ കമ്പനിയിലാണ് എനിക്ക് ജോലി ചെയ്യുന്നത്, ലാൻഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കാം. അല്ലെങ്കിൽ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. ജെയിൻ സ്ട്രീറ്റ് ഞാൻ അടിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ജെയിൻ സ്ട്രീറ്റ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ ജെയിൻ സ്ട്രീറ്റ് ഇവിടെ ഇല്ല. ഞാനിപ്പോൾ സപ്പോസ് വേറെ കമ്പനി JP മോർഗൻ, ഇത് വലിയൊരു ബാങ്കാണ്. അപ്പോൾ ഞാനിത് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അവരുടെ പ്രൊഫൈലിൽ പോവുകയാണ്. അതിനുശേഷം എന്ത് ചെയ്തു, ഞാനിവിടെ ഡാറ്റ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ജോബാണ് നോക്കണം വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഫൈലിന് മാച്ച് ആയിട്ടുള്ള കുറേ ജോബുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഫൈൽ എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ എബൌട്ട് സെക്ഷൻ നോക്കുന്നു. അപ്പോൾ ഞാൻ ടാർഗറ്റഡ് ലേണിംഗ് എന്ന് പറയും. അതായത് ഇവരെന്തൊക്കെ ടെക്നോളജി പറഞ്ഞിട്ടുണ്ട് നോക്കും. പൈത്തൺ പറഞ്ഞിട്ടുണ്ട്, യൂണിറ്റ് ടെസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ട്, ആർക്കിടെക്ചർ പറഞ്ഞിട്ടുണ്ട്, AWS, RESTful API. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, എനിക്ക് ലാൻഡ് ചെയ്യണമെന്നുണ്ട് ഈ ഒരു കമ്പനിയിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. അതായത് ഒരു 5-6 ജോബ് എടുത്തതിന് ശേഷം അതിൽ കോമൺ ആയിട്ട് വരുന്ന ടെക്നോളജി ഏതാണോ അത് ഞാൻ എൻ്റെ കരിയറിലേക്ക് ആഡ് ചെയ്ത് അത് ഞാൻ ലേൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, പിന്നീട് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, എനിക്കിതിന് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ടാർഗറ്റഡ് ലേണിംഗ് അല്ലെങ്കിൽ ടാർഗറ്റഡ് കമ്പനി ലേണിംഗ് എന്നൊക്കെ പറയാം.
അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ മോസ്റ്റ്ലി നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള കുറേ കമ്പനീസ് ബ്ലാക്ക് റോക്ക്, അപ്പോൾ അങ്ങനത്തെ കമ്പനീസൊക്കെ എന്ത് ചെയ്യുക, കുറേ കമ്പനീസൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ അവരെ വരുന്ന ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കമ്പനീസൊക്കെ ഫോളോ ചെയ്യുമ്പോൾ അവരെ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ അവരെ ആൾക്കാരുകളെ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇയാളാണ് ഞാൻ എന്ത് ചെയ്യുക, കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ എങ്ങാനും ഇവിടെ കമ്പനീസിലൊക്കെ വല്ല ജോലി ഓപ്പർച്യൂണിറ്റി എൻ്റെ പ്രൊഫൈൽ റിലേറ്റഡ് വരികയാണെന്ന് എന്ത് ചെയ്യാം, എനിക്ക് ഫസ്റ്റ് അത് അറിയാൻ സാധിക്കും. അതുപോലെ എനിക്കത് ജോലി ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ട്രിക്കുകളാണ് എനിക്ക് പറയാനുള്ളത്. കുറേ ചിലപ്പോൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അപ്പോൾ ആ മിസ് ചെയ്ത് പോയിട്ടുള്ള ട്രിക്കുകളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.